നരകതി നിന്നച്ചാൽ രാവതി പുറമേൽ മുളച്ചുഷസിൽ കരിഞ്ഞ പുല്ലുപോലെ രാവിലെ വയലിൽ വിടർന്നൊരു പുഷ്പവും രാവാകും വാടിക്കാറ്റിലുതിരും പോലെ നരൻ പൂവാണി അവൻ പുഴുവാണി നിറം കുറഞ്ഞിടുമേ സ്ഥലം മറന്നിടുമേ നരൻ പൂവാണി അവൻ പുഴുവാണി നിറം കുറഞ്ഞിടുമേ സ്ഥലം മറന്നിടുമേ നരകതി നിന്നച്ചാൽ രാവതി പുറമേൽ മുളച്ചുഷസിൽ കരിഞ്ഞ പുല്ല് പോലെ രാവിലെ വയലിൽ വിടർന്നൊര പുഷ്പവും രാവാകും വാടിക്കാസകളും പോകും നിഴൽ പോലെ കാലത്തിലാസകലം ആഭരണമറിഞ്ഞാലും കായപ്പെടുകിൽ വേഗം നാറിയിടുമേ കണ്ണടയിടുമ്പോൾ നാരൻ ശവമാണ് മണ്ണിനടിയിലായാൽ അവൻ പുഴുവാണ് കണ്ണടയിടുമ്പോൾ നാരൻ ശവമാണ് മണ്ണിനടിയിലായാൽ അവൻ പുഴുവാണ് നരകതിൽ നിന്നച്ചാൽ അതേ സുഹൃത്തെ, ഈ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് മനുഷ്യൻ എത്ര ധാടി മേടിയോടെ ജീവിച്ചാലും അവന് ദൈവം കൊടുത്തിരിക്കുന്ന ശ്വാസം പോയി കഴിഞ്ഞാൽ അവൻ ശവമാണ്. അപ്പോൾ ഇന്നത്തെ മാന്യം നിന്നും അവന്റെ പേര് പറഞ്ഞും അവന്റെ പ്രിയപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞല്ല പറയുന്നത്. ഇന്നത്തെ ശവം എന്നാണ് പിന്നെ നമ്മുടെ പേര്. അതെ, മനുഷ്യൻ ഇവിടെ പരദേശിയാണ്. വന്നു പാർക്കുവാൻ അവന് ദൈവം ഈ ഭൂമിയെ അനുവദിച്ചിരിക്കുകയാണ്. അവൻ ഇവിടെ പാർക്കുമ്പോൾ 60-70 വർഷം ഇവിടെ പാർത്താൽ സർവേശ്വരൻ ജഗദീശ്വരൻ അവന് ജീവൻ നൽകി ഭൂമിയിലേക്ക് അയച്ച അവന്റെ ഉടയവൻ അവനെ വിളിക്കും ഒരിക്കൽ, കയറുക, മടങ്ങുക, തിരിച്ചുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ വരാൻ സമയമായില്ല, ഞാൻ വരുന്നില്ല, എനിക്കിപ്പോൾ മനസ്സില്ല എന്നാർക്കും പറയുവാൻ കഴിയുകയില്ല. ഞാനിവിടെ പാടിയതുപോലെ എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ നിന്ന് സർവേശ്വരൻ വിളിക്കുമ്പോൾ പോയേ മതിയാകൂ. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്നാര് മരിച്ചു പോയി. അതെ, മരിച്ചു കഴിഞ്ഞാൽ പോകുവാൻ ഒരിടം നമുക്ക് വച്ചിട്ടുണ്ട്. അത് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ജീവിതം. അതേ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 60-70 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ അതല്ല, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മരിക്കുവാൻ പാകമായാണ് ജനിക്കുന്നത്. അവൻ ആ ജീവിതത്തിനകത്ത് അവനെ വിളിക്കുമ്പോൾ അവന് പോകുവാൻ ഒരിടം തിരഞ്ഞെടുക്കുവാൻ ഒരവസരം, അതാണ് ജീവിതം. ആ ജീവിതത്തിനകം നന്മയും തിന്മയും നിന്റെ മുൻപിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് നാം ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എത്രയോ ജനങ്ങൾ തങ്ങളുടെ ജീവനും അവസാനിപ്പിക്കത്തക്ക നിലയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പാപപ്രവർത്തികളും ഭീകര ജീവികൾ പോലും ചെയ്യുവാൻ മടിക്കുന്നതായ കൊടും ഭീകര പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യുവാൻ അവൻ തുനിയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് മനുഷ്യന്റെ പാപം. നാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് അവന്റെ കയ്യിൽ നിന്ന് പൊട്ടി എന്നിരിക്കട്ടെ, ഇതാരാ മോനെ ഇത് പൊട്ടിച്ചത് എന്ന് നമ്മൾ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഞാനല്ല. ഈ കുഞ്ഞിനോട് ആരാണ് ഈ കള്ളം പറയുവാൻ പഠിപ്പിച്ചത്? അല്ല സുഹൃത്തെ, ആരും പഠിപ്പിക്കണ്ട. അവൻ ജന്മനാ തന്നെ പാപിയായിട്ട് ജനിച്ചു. അതെ, ഈ പാപത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ എന്താണ് മാർഗം?
അതെ, യേശു പറഞ്ഞു പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഒരു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ നൽകി മനുഷ്യവർഗത്തെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലെ ഒരു ജീവിതം, അത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കി കളയരുത് എന്നും ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ 60-70 വർഷമുള്ള ഈ ജീവിതത്തിനോടകം നാം നല്ലതാണോ അപ്പീലിന് പോകാൻ ഒക്കാത്ത വിധത്തിലുള്ള ഒരു ന്യായവിസ്താര കോടതി. അതേ സുഹൃത്തെ, നാം ഇവിടെ എന്താണ് ചെയ്തു കൂട്ടുന്നത്? അതനുസരിച്ച് നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ ചെയ്തതിന്റെ ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇവിടെ ചെയ്തതിന്റെ അവൻ ഇവിടെ കിട്ടിയെന്ന്. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വ്യവസ്ഥയില്ല. ഇല്ല സുഹൃത്തെ, നമുക്ക് ഈ ലോകത്തില് ഇവിടെയുള്ള നമ്മുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാം വേറെ ഒരു ലോകത്തിൽ ജീവിതം ആരംഭിക്കുകയാണ്. അത് തിരഞ്ഞെടുക്കുവാനാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ അഥവാ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല, ഇല്ലവേ ഇല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അഥവാ രക്ഷപ്പെടും. അത് രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. അതുകൊണ്ട് ഒരു കാലത്ത് ഞങ്ങളും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായിരുന്നു, സമാധാനം എന്തെന്നറിയാത്തവരായിരുന്നു, സന്തോഷമില്ലാത്തവരായിരുന്നു. ഭവനത്തിൽ പ്രശ്നങ്ങളും വഴക്കുകളും നിന്ദകളും പരിഹാസങ്ങളും കൊണ്ട് നിറഞ്ഞതായ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. എന്നാൽ സകല മനുഷ്യർക്ക് വേണ്ടി ദൈവമായവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. സകല മനുഷ്യർക്കും പാപ പരിഹാര യാഗമായി ഒരിക്കലായി കാൽവരിയിൽ യാഗമായി തീർന്നു എന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ടാകുവാനിടയായി. ആ ബോധം നിമിത്തമാണ് ഞങ്ങൾക്ക് ഈ വെളിച്ചം ദൈവം നൽകിയത്. ആ സത്യ സുവിശേഷം, ആ വെളിച്ചം നിങ്ങളിലേക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ എന്റെ അസ്ഥിയിൽ അസ്ഥിയും എന്റെ മാംസത്തിൽ മാംസമാകുന്ന എന്റെ പ്രിയപ്പെട്ടവരും അറിയണം. നിങ്ങൾ അറിയണം, ഇങ്ങനൊരു സത്യമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, പാപത്തിന് പരിഹാരം വരുത്തി നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം നമ്മുടെ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ അറിയണം എന്നുള്ള ഒരു ആഹ്വാനം ഞങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ കർത്താവിനെ ഘോരഘോരം സുവിശേഷിക്കുന്നത്. സുവിശേഷം, ഈ നല്ല വിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല വീട്ടില്. നിങ്ങളൊക്കെ പറയും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ ഇറങ്ങിയിരിക്കുകയാണോ എന്ന്. അല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കത്തക്ക നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും, മാന്യമായ വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ട് അവിടെ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ ഞങ്ങൾ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ടവർ അവർ നാശത്തിലേക്ക് പോകുന്ന ഈ വഴി, വിശാലമായ ഈ വഴിയിലൂടെ നാശത്തിലേക്ക് പോകുമ്പോൾ അതിലുണ്ടായ ആ മനസ് വിഷമത്തിൽ, ആ സങ്കടം കൊണ്ടാണ് നിങ്ങളോട് ഈ സത്യസുവിശേഷം ഞങ്ങൾ അനുഭവിക്കുന്നതായ ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പിന്നെയും പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷപ്പെടും.